الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ശേഷം നമ്മുടെ വീടുകളിലേക്ക് സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോവുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. തൊട്ടടുത്ത വെള്ളിയാഴ്ച പരിശുദ്ധമായ പള്ളിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഈ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ ഒരുപക്ഷെ മനുഷ്യരുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ധാരാളം വാർത്തകൾ കേൾക്കേണ്ടി വന്നവരാണ്, അല്ലെങ്കിൽ കേട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കേൾക്കാൻ കൊതിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തകളല്ല ചുറ്റുപാടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ 7 ദിവസങ്ങളുടെ ഇടയിൽ 3 വലിയ ദുരന്തങ്ങളാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ദുരന്തം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർ, സഹപ്രവർത്തകർ ഒരുമിച്ചവർ ഒരു ദിവസം യാത്ര ചെയ്യുന്നു. ആ യാത്രയുടെ അവസാന സമയം അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും, ആ യാത്ര ചെയ്ത ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തോട് വിട പറയുന്നു. അധ്യാപകരുടെ, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അവരുടെ സഹപ്രവർത്തകരുടെ
മരണവാർത്തകൾ ഞെട്ടലോടെ കേട്ടവരും അറിഞ്ഞവരുമാണ് നമ്മൾ. ഒരുപക്ഷെ ആ വാർത്ത വായിച്ചു തീരുന്നതിൻ്റെ മുൻപ്, ആ വാർത്തയുടെ ഞെട്ടൽ തീരുന്നതിൻ്റെ മുൻപ് തമിഴ്നാട് നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത കേൾക്കേണ്ടി വന്നു നമുക്ക്. ഒരു പടക്കശാലയിൽ ദുരന്തമുണ്ടാവുകയും ധാരാളം ആളുകൾ, 20-ലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തു. അതിൻ്റെ അലയൊലികൾ അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുൻപാണ് ഒരുപക്ഷെ നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് അതിന് സമാനമായ മറ്റൊരു ദുരന്ത വാർത്ത നമ്മൾ കേട്ടത്. എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത, ഒരു കൃത്യ കണക്ക് പോലും പറയാൻ കഴിയാത്ത ഒരവസ്ഥ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. ഇന്ന് രാവിലെ വന്ന വാർത്തകൾ പോലും നമ്മെ പ്രയാസപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കാത്ത വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ദുരന്തങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്വാഭാവികമായും ഒരു വിശ്വാസി എന്ന നിലയിൽ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരറിയേണ്ട, അവർ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖുത്ബ തീർച്ചയായും ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം മരണം മനുഷ്യന്റെ സമീപത്താണ് എന്നുള്ളതാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്തോ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന സമയത്തോ അല്ല മരണം കടന്നു വരുന്നത്. ഒരു വാഹനത്തിൽ തങ്ങളുടെ വീടുകളിൽ നിന്ന് രാവിലെ സമയം യാത്ര പുറപ്പെടുന്ന ആ അധ്യാപകരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എത്രമാത്രം സന്തോഷത്തോടു കൂടെയായിരിക്കും അവർ ആ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവുക. ആ യാത്രക്കിടയിൽ അവർ പങ്കുവെച്ച അവരുടെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവർ പങ്കുവെച്ച ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയം, ആ യാത്രയുടെ തുടക്കം മുതൽ ആ അപകടം സംഭവിക്കുന്ന അതിൻ്റെ തൊട്ടു സമയം മുമ്പ് വരെയുള്ള സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അവർ അവരുടെ മരണത്തെക്കുറിച്ച്, വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടുണ്ടാവും? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന പാഠം മരണം സമീപത്തുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അവരാണ്, ഒരുപക്ഷെ നാളെ നമ്മളായിരിക്കാം. നമ്മളും യാത്ര ചെയ്യുന്നവരാണ്, നമ്മളും ജോലി ചെയ്യുന്നവരാണ്, നമ്മളും ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിത യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായ ഒരു ദുരന്തത്തിൽ നമ്മൾ ചെന്ന് ചാടുകയില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസി പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം മരണം സമീപത്തുണ്ട്. അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം വരുമെന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും, ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിന്റെ സമയം നമുക്കറിയില്ല. എപ്പോഴാണ് നമ്മൾ മരിക്കുക, ഏത് സമയത്താണ് മരണം സംഭവിക്കുക എന്ന് ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. ഞാൻ ഓതി വെച്ച ആയത്ത് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു ആത്മാവിനും ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല നാളെ എന്താ സംഭവിക്കുക, തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ഒരാൾക്കും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല എവിടെ വെച്ച്, ഏത് ഭൂമിയിൽ വെച്ച്, ഏത് സ്ഥലത്ത് വെച്ച് അവൻ മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. പക്ഷേ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണത്തിന്റെ സമയമെത്തിയാൽ ഒരു നിമിഷ നേരം പോലും, ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. അള്ളാഹു ഈ പള്ളിയിലിരിക്കുന്ന, ഈ പള്ളിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു മരണത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്കൊരു മരണത്തിന്റെ സമയമുണ്ട്, നിങ്ങൾക്ക് മരണത്തിന്റെ സമയമുണ്ട്. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന, നമ്മുടെ ശ്വാസം നിൽക്കുന്ന, നമ്മുടെ ശ്വാസം അവസാനിക്കുന്ന, നമ്മുടെ കണ്ണുകൾ ചിമ്മുന്ന, നമ്മുടെ കൈകൾ നമ്മുടെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെയാകുന്ന ഒരു നിമിഷം, ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എപ്പോഴാണ് നമുക്കറിയില്ല. അത് സംഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ
ഈ ദുരന്ത വാർത്തകൾക്കിടയിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട പാഠം, എന്റെയും മരണം എന്റെ സമീപത്തുണ്ട് എന്നുള്ളതാണ്. ഇത് എപ്പോഴാ സംഭവിക്കാറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അന്ത്യനാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ് മൗത്തുൽ ഫജ്അ എന്ന് പറയും. പെട്ടെന്നുള്ള മരണങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ അമാറാത്തിസ് സാഅ, തീർച്ചയായും ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മൗത്തുൽ ഫജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുക, പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മൗത്തിൽ ഫജ്അ, പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് നബിയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞു, റാഹത്തുൽ ലിൽ മുഅ്മിൻ, പെട്ടെന്നുള്ള മരണം മുഅ്മിനിന് റാഹത്താണ്. മുഅ്മിനിന്, വിശ്വാസിക്ക് പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ്. പ്രവാചകൻ പറഞ്ഞത് അധർമ്മകാരിക്ക്, തോന്നിവാസിക്ക് പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് ദുഃഖകരമായ, അവനെ പിടികൂടുന്ന രംഗമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദും അതേപോലെ തന്നെ അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നോക്കൂ, നിങ്ങൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം വരും. പെട്ടെന്നുള്ള മരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് റാഹത്താണ്. ആരെ സംബന്ധിച്ച് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. വിശ്വാസിയെ സംബന്ധിച്ച്, മുഅ്മിനിനെ സംബന്ധിച്ച്. നമ്മൾ മുഅ്മിനാണെങ്കിൽ പെട്ടെന്ന് മരിച്ചാലും പ്രശ്നമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം അവന് റാഹത്തായിരിക്കും, അവന് സമാധാനമായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മനുഷ്യരെ നിങ്ങൾ മരണത്തെ നിരന്തരം ഓർക്കണം. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ സകല സുഖങ്ങളും സൗകര്യങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട ചിന്ത, എന്റെ മരണം സമീപത്താണ്, ഞാനും മരിക്കും, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം വരും എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓർത്താലുള്ള ഗുണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത വാചകം നോക്കൂ നിങ്ങൾ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യുബ്അത്തു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഈ ഖുതുബയിൽ ഈ ഹദീസ് തന്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ മനോനുകരങ്ങളിൽ, മനസ്സുകളിൽ കൊത്തിവച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. എന്താ ഹദീസിന്റെ വാചകം? റസൂലുള്ളാഹി പറഞ്ഞു, യുബ്അത്തു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. എന്താ ഹദീസിന്റെ അർത്ഥം എന്നറിയോ? ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരണപ്പെടുന്നത് അതേപോലെയാണ് നാളെ പരലോകത്തേക്ക് അള്ളാഹു അവനെ കൊണ്ടുവരിക. ഏതൊരവസ്ഥയിൽ ഒരാൾ മരിക്കുന്നോ അതേ അവസ്ഥയിൽ അള്ളാഹു അവനെ പുനർജീവിപ്പിക്കും. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചിന്ത എന്താണ്? നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? സഹോദരങ്ങളെ, തോന്നിവാസങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ അതേ അവസ്ഥയിൽ മരണപ്പെട്ടാൽ എന്തേക്കാരം അവസ്ഥ? ആ തോന്നിവാസം പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നാളെ പരലോകത്ത് അവൻ വരും, അവനെ കൊണ്ടുവരും. വ്യഭിചരിക്കുന്ന അവസ്ഥയിൽ, മോഷ്ടിക്കുന്ന അവസ്ഥയിൽ, അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഒരാളെ മരണം പിടികൂടുന്നത് എങ്കിൽ, ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരാളെ മരണം പിടികൂടുന്നത് എങ്കിൽ, ആ തെറ്റ് ചെയ്യുന്ന അതേ അവസ്ഥയിൽ കോടാനുകോടി മനുഷ്യർ സംഗമിക്കുന്ന പരലോകത്ത് അതേ അവസ്ഥയിൽ നമ്മൾ എഴുന്നേറ്റ് വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എങ്ങനെ തെറ്റ് ചെയ്യാൻ സാധിക്കും ഒരു മനുഷ്യന്? എങ്ങനെ തോന്നിവാസം പ്രവർത്തിക്കാൻ പറ്റുക? ഈ ഹദീത്ത് പഠിച്ച, ഈ ഹദീത്ത് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവൻ തിന്മകളുടെ പിറകെ പോകുക? ഒരു തിന്മ ചെയ്യുമ്പോൾ, ഒരു തിന്മ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അവൻ ആലോചിക്കില്ലേ? റസൂലുള്ളാഹി പറഞ്ഞത്, യുബ്അത്തു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, മരിക്കുന്ന അതേ അവസ്ഥയിൽ നാളെ പരലോകത്ത് കൊണ്ടുവരുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തെ ധാരാളം ഓർക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി നമുക്ക് പറഞ്ഞു തന്ന പാഠമാണ്, മനുഷ്യരെ നിങ്ങൾ മരിക്കുന്ന അതേ അവസ്ഥയിൽ ആ പരലോകത്ത് വരിക. അതുകൊണ്ട് ഹുസ്നുൽ ഖാത്തമ, നല്ല മരണത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. നല്ല മരണം കിട്ടാൻ എങ്ങനെ നല്ല മരണം കിട്ടുക? അപകടത്തിൽ മരിക്കുന്നത്, അല്ലെങ്കിൽ കട്ടിലിൽ കിടന്ന് മരിക്കുന്നത്, ഏതവസ്ഥയിൽ മരിച്ചാലും ലോകത്താർക്കും പറയാൻ പറ്റൂല അത് നല്ല മരണാണോ ചീത്ത മരണാണോ പറയാൻ പറ്റൂല. കട്ടിലിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ഏറ്റവും ദുരന്തപൂർണമായ മരണമായിരിക്കാം അവനെ പിടികൂടും, നമുക്കറിയില്ല.
നല്ല മരണത്തിന്റെ അടയാളങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ അടയാളങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു നമുക്കത് പിന്നീട് വിശദീകരിക്കാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ല മരണം ഉണ്ടാകണം. അതിനുള്ള വഴി എന്താ? നമ്മുടെ ജീവിതം എപ്പോഴും നന്മയിലാവുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. നന്മ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മരിച്ചു, ഒരു സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ മരിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതിന്റെ ഇടയിൽ മരിച്ചു ഒരാള്, എന്തായിരിക്കും അവസ്ഥ? ആ സന്തോഷകരമായ അവസ്ഥയിൽ പരലോകത്ത് വരും. അല്ലെ, ഭാര്യയോട് പിണങ്ങിക്കഴിയുന്ന, ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് 2 വീടുകളിൽ കഴിയുന്ന അവസ്ഥയിലാണ് ഒരാൾ മരിക്കുന്നത് എങ്കിലോ, മക്കളോട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു ബാപ്പ മരണപ്പെടുന്നത് എങ്കിലോ, മക്കൾ മരണപ്പെടുന്നത് എങ്കിലോ, നാളെ പരലോകത്ത് അവർ വരുന്നത് ബാപ്പയും മകനും തെറ്റിയ രൂപത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ മരിക്കുന്ന സമയത്ത് നല്ല മരണമുണ്ടാകണം, എങ്കിലേ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് എന്ത് വേണം? നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു പാഠം ഈ ഹദീസിലുണ്ട്. ഒരു മോശമായ കാര്യങ്ങളിലേക്കും ഞാൻ പോവുകയില്ല എന്ന് തീരുമാനിക്കാൻ വിശ്വാസിക്ക് കഴിയണം. ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട പാഠമാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ച് യഥാർത്ഥ ബോധമുള്ള ഒരു മനുഷ്യൻ ദുനിയാവിൽ സന്തോഷിച്ച് നടക്കൂല. മരണത്തെക്കുറിച്ച് ബോധമുള്ള ഒരാള് ദുനിയാവിൽ ഇങ്ങനെ എല്ലാ സമയത്തും ഹാപ്പി ആയിട്ട് നടക്കൂല, സന്തോഷിച്ച് നടക്കുകയില്ല. ഓരോ ദിവസവും തന്റെ കബറിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നവൻ തിരിച്ചറിയും. ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? കബറുകൾ കാണുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും. മരിച്ചവരെ കണ്ടിട്ടുണ്ട് നമ്മൾ, മയ്യത്ത് നമസ്കരിക്കുന്നുണ്ട് നമ്മൾ, മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല, നമ്മൾ നമ്മുടെ മരണത്തിന്റെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എത്രയോ വീടുകളിലേക്ക് ഒരുപക്ഷെ താഴ്ത്തിയ തലയുമായി കയറി ചെന്നവരാണ് നമ്മൾ. ഒരു മരണ വാർത്ത കേട്ട് കുടുംബസമേതം ആ മരണ വീടുകൾ സന്ദർശിച്ചവരാണ്. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്തിന്റെ മുമ്പിൽ തല താഴ്ത്തി നിന്നവരാണ് നമ്മൾ, അല്ലേ? ആ മയ്യത്തിന്റെ തലയുടെ സമീപത്തിരിക്കുന്ന മനുഷ്യൻ മയ്യത്തിനെ പൊതിഞ്ഞ ആ തുണി മാറ്റി മയ്യത്തിന്റെ മുഖം കാണിച്ചു തന്നപ്പോൾ വിഷമത്തോടുകൂടെ നോക്കി നിന്നവരാണ് നമ്മൾ. മയ്യത്ത് കുളിപ്പിച്ചവർ, മയ്യത്തിന് അനുഗമിച്ചവർ, മയ്യത്ത് നമസ്കരിച്ചവർ, കബറിലേക്ക് ഇറക്കി വെച്ചവർ, കബറിൽ മണ്ണ് വാരിയിട്ടവർ. ആ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ആ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. മരണത്തിന് വെപ്രാളമുണ്ട്, മരണത്തിന് വേദനയുണ്ട്. ആ മരണത്തെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചുറ്റിലും നടക്കുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ, സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. പണ്ഡിതന്മാര് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്തങ്ങളെ അവർ നോക്കിക്കാണുമ്പോൾ 3 കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, ചില ദുരന്തങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയാണ്. പക്ഷെ അത് ഇന്ന ദുരന്തം അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്കാർക്കും വഹിയില്ല, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പണ്ഡിതന്മാര് പറയുന്നത് ചില ദുരന്തങ്ങൾ ധിക്കാരികളായ ആളുകൾക്കുള്ള ശിക്ഷയാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. വിശുദ്ധ ഖുർആൻ, ഹദീസുകൾ പരിശോധിച്ചാൽ പല ദുരന്തങ്ങളും പല ആളുകൾക്കുമുള്ള ശിക്ഷകളായിക്കൊണ്ട് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് ഇവിടെ നടന്ന ദുരന്തം അതാണ് എന്നല്ല. ദുരന്തങ്ങളിൽ നിന്ന് വിശ്വാസികൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ചില ദുരന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതുമാണ്. തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു താക്കീതാണ് ദുരന്തം. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, വിശ്വാസികളായ ആളുകൾക്ക് പരീക്ഷണമാണ് ദുരന്തങ്ങൾ. വിശ്വാസികൾക്ക് പരീക്ഷണമാണ്. വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതവര് പരീക്ഷണമാണ്. അവന്റെ പദവികൾ ഉയർത്തപ്പെടാൻ ഇത് കാരണമാണ് എന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ അവന് പരീക്ഷണമാണ്, അവന്റെ പദവികൾ ഉയരാനുള്ള കാരണമാണ്. അതേപോലെ തന്നെ മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് സാധാരണക്കാരായ ആളുകൾക്ക് ദുരന്തങ്ങൾ മുന്നറിയിപ്പാണെന്നാണ്. എനിക്കും നിങ്ങൾക്കും ഈ ദുരന്തം മുന്നറിയിപ്പാണ്. എവിടെ നടന്നതാകട്ടെ, ആരുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഈ ദുരന്തങ്ങളെല്ലാം നമുക്കുള്ള മുന്നറിയിപ്പാണ്. അശ്രദ്ധയിൽ നിന്ന് ഉണർത്താൻ വേണ്ടി, ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ വേണ്ടി, നന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പായിക്കൊണ്ടാണ് പണ്ഡിതന്മാര് ദുരന്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന പരീക്ഷണമാണ്. ഈ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന പരീക്ഷണമാണ് അവനെ മറക്കാൻ കാരണമാകുന്ന അനുഗ്രഹത്തെക്കാൾ നിനക്ക് നല്ലത് എന്നാണ്. ഒന്നുകൂടി ആ വാചകം ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
അള്ളാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന പരീക്ഷണമാണ് അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനെ മറക്കാൻ കാരണമാകുന്ന അനുഗ്രഹത്തെക്കാൾ നിനക്ക് നല്ലത്. കാരണം ദുനിയാവ് നശ്വരമാണ്. ദുനിയാവ് ഏത് സമയവും നശിക്കാം. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകബൈ, അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിൽ കൈവച്ച് എന്റെ തോളിൽ പിടിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിരിസ് സബീൽ, ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ജീവിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉദാഹരണം അതാണ്. ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ജീവിക്കണം. ഈ വാചകം കേട്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, വൈകുന്നേരമായാല് രാവിലെയെ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരമായ രാവിലെ നീ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, രാവിലെ ആയാൽ വൈകുന്നേരം നീ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. ഒരു മനുഷ്യൻ 2 നേരത്തെ മരിക്കാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു നേരത്തെ ഒരാൾക്കും മരിക്കാൻ പറ്റൂല. ഒന്നെങ്കിൽ പകൽ മരിക്കണം, അല്ലെങ്കിൽ രാത്രി മരിക്കണം. ഇബ്നു ഉമറിന്റെ വാചകം എന്താ? രാവിലെ ആയാൽ വൈകുന്നേരം ആകുമ്പോൾ നീ ഉണ്ടാകുന്ന ഉറപ്പിക്കണ്ട, വൈകുന്നേരം ആയാലോ രാവിലെ ഉണരാൻ നീ ഉണ്ടാകുന്ന ഉറപ്പിക്കണ്ട. അതിന്റെ ഇടയിൽ മരണം സംഭവിക്കാം. എത്രയെത്ര മരണങ്ങൾ നമ്മൾ കണ്ടു. ഉറക്കത്തിൽ മരിച്ച ആൾക്കാർ, പകലിൽ മരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അത് നശ്വരമാണ്. ഏത് സമയത്തും മരണം നമ്മളെ പിടികൂടാം. ആ മരണത്തെക്കുറിച്ച് ആലോചിച്ചും ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ ആരാന്നറിയോ? ബുദ്ധിയുള്ള മനുഷ്യൻ ആരാ? നമുക്ക് കുറെ ഉത്തരങ്ങൾ ഉണ്ടാകും. നല്ല സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നല്ല എഞ്ചിൻ, നല്ല ഒരുപാട് മറുപടി ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ബുദ്ധിമാൻ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാകുന്നവൻ, അതിനുള്ള കോപ്പ് കൂട്ടുന്നവൻ, അതിനൊരുങ്ങുന്നവനാണ് ആര്? യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മൾ ആ ബുദ്ധിമാന്മാരാണോ എന്ന് കാരണം നമുക്ക് ഉറപ്പാ മരണമുണ്ട്, നമുക്ക് ഉറപ്പാ ഖബറുണ്ട്, നമുക്ക് ഉറപ്പാണ് വിചാരണ ഉണ്ട്, നമുക്ക് ഉറപ്പാണ് സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അള്ളാഹു ആ മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് അമലുകൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഈ ലോകത്ത് നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ആലോചിച്ചാൽ മതി. അവിടെ ബുദ്ധിമാനാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അല്ലാഹു റസൂൽ ഒരിക്കൽ ഒരു ഖബറിന്റെ ചാരത്ത് കൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മൻ സ്വാഹിബു ഹാദൽ ഖബർ, മൻ സ്വാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആരാ? ഈ ഖബറിന്റെ ഉടമയാരാണ്? ഫഖാലു, അവര് പറഞ്ഞു, ഫുലാനുൻ, ഇന്ന മനുഷ്യനാണ് നബിയെ, ഇന്നയാളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയതി ദുനിയാകും. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ആഗ്രഹിക്കണം എന്താ അറിയോ? അയാൾ ഇപ്പൊ ചിന്തിക്കണം എന്താ അറിയോ? ദുനിയാവില് അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു 2 റക്അത്ത് നിസ്കാരമാണ്. അത് ഇന്ന നിസ്കാരം എന്നല്ല, ഒരു 2 റക്അത്തെങ്കിലും നമസ്കരിച്ചിരുന്നെങ്കിൽ എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ദുനിയാവിലെ സമയത്തെ നഷ്ടപ്പെടുത്തിയതിന് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഖേദിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന നമുക്ക് പറഞ്ഞു തരികയാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം, സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിലൊന്നെന്താ? വഹയതക ഖബ്ല മൗതിക, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തെ ധന്യമാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, വേദനിപ്പിക്കുന്ന ദുരന്ത വാർത്തകൾക്കിടയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം തരയോ? അള്ളാഹു നമുക്ക് തന്ന ആയുസ്സിനെ, അള്ളാഹു നമുക്ക് നൽകിയ ജീവിതത്തെ, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തെ, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിനെ, അള്ളാഹു നമുക്ക് നൽകിയ കുടുംബത്തെ, അള്ളാഹു നമുക്ക് നൽകിയ മക്കളെ, മാതാപിതാക്കളെ, അയൽവാസികളെ, ഈ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുരന്തങ്ങൾ വരുമ്പോൾ സാധാരണ പത്രങ്ങളിലും ചാനലുകളിലും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളൊക്കെ പറയും, മുൻകരുതലുകൾ എടുക്കണം.
ഏതൊരു വിഷയത്തിലും ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം. ഈ വാർത്തകൾ, ഇത്തരം കാര്യങ്ങൾ ദിനേന കേൾക്കുന്നവരാണ് നമ്മൾ. ശക്തമായ ചൂടുകാലമാണ്. ചൂടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മുൻകരുതലുകൾ നമ്മൾ എടുക്കണമെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വലിയൊരു പ്രസ്താവന നടത്തിയതൊരു പക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ചൂടുമായി ബന്ധപ്പെട്ട് ഈ ചൂടുകാലത്ത് പാമ്പിന്റെ ഉപദ്രവങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ആളുകൾ പറയുന്ന വാചകം എന്താ? മുൻകരുതലുകൾ എടുക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, ജീവിതത്തിൽ എപ്പോഴും മുൻകരുതലുകൾ എടുക്കേണ്ട ആളുകളാണ് വിശ്വാസി. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം അതാണ്. രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുമ്പോൾ വിളക്കണക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി അലൈഹി വസല്ലം. വിളക്കുകൾ അണക്കണമെന്ന് ഒരു മുൻകരുതലാണത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇന്നുള്ളത് പോലെയുള്ള വിളക്കല്ല. അന്നവർ തീയാണ് കത്തിച്ചു വെക്കുക. ഇന്നും അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. വൈദ്യുതി ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഇനി വൈദ്യുതി ആണെങ്കിൽ പോലും അത് അണക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ. പാത്രങ്ങൾ അടച്ചു വെക്കണം എന്ന് പറഞ്ഞു. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പാത്രം അടച്ചു വെക്കണം എന്ന് പറഞ്ഞു. വെള്ളത്തിനൊക്കെ പാത്രം അടച്ചു വെക്കണം എന്ന് പറഞ്ഞു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുൻകരുതലുകൾ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ എന്നല്ല, ഏത് സമയത്തും വിശ്വാസി എന്ത് ചെയ്യണം? ഒരു യാത്ര പോകുമ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട സാമാന്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് നമ്മൾ പോകുന്ന റോഡിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം. അല്ലെങ്കിൽ അന്വേഷിച്ചറിയണം. എന്നൊക്കെ ഒരുപാട് സംവിധാനമുണ്ട്. ആ റോഡിന്റെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, എത്ര വഴികളുണ്ട് നമ്മുടെയൊക്കെ മുമ്പിൽ. നമ്മളിന്ന് പോകുന്ന 2 സ്ഥലങ്ങൾ, നമ്മൾ ആരംഭിക്കുന്ന സ്ഥലവും ചെന്ന് ചേരേണ്ട സ്ഥലവും നമ്മൾ രേഖപ്പെടുത്തി കൊടുത്താൽ അതിൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലഭ്യമാകാനുള്ള സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ടയറിന്റെ അവസ്ഥ എന്താണ്, അതിലെ ഓയിലുകളുടെ അവസ്ഥ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ജീവന് വരേണ്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദുരന്തത്തിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ മുൻകരുതലുകൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ ഇവിടെയുണ്ടായ മറ്റൊരു ദുരന്തം നമുക്കറിയാം. അതൊരു പടക്കശാലയുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ അത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ആളുകളല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആളുകൾ. പക്ഷേ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും ശ്രദ്ധിച്ചപ്പോൾ പ്രമുഖരായ പല ആളുകളും പറഞ്ഞൊരു വാചകം, നമ്മുടെ ഈ കേരളത്തിൽ അതേപോലെ തന്നെ അതുമായി ഈ അത്തരത്തിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ, അത് പടക്കം പോലെയുള്ള വസ്തുക്കൾ മനുഷ്യർക്ക് ആവശ്യമുള്ളതാണോ, മനുഷ്യർക്ക് ഉപകാരമുള്ളതാണോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് മുസ്ലിങ്ങളല്ല പറയുന്നത്. മുസ്ലിങ്ങൾ ഒരുപക്ഷെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വൈകാരികതയുണ്ട്, നമുക്കറിയാം. അതിനൊരു വൈകാരിക തലമുണ്ട്. നമ്മുടെ കാലം അതാണ്, നമ്മുടെ ഈ നാം ജീവിക്കുന്ന ചുറ്റുപാട് അതാണ്. അതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ സൂക്ഷിച്ച് പറയണമെന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നന്മയുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് 100ന്റെ അടുത്ത ആളുകൾ പടക്കം പൊട്ടി മരിക്കുന്നത്, 100 കണക്കിന് ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം വേദനാജനകമാണ്. ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല, അതൊരു കൃത്യമായ ആചാരത്തിന്റെ ഭാഗമല്ല, ഒരു ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അമിതമായ ആഘോഷങ്ങൾ, അത് ഏത് മേഖലയാകട്ടെ, അതെന്താകട്ടെ, അതേത് മതക്കാർ, മുസ്ലിമിൻ്റെതായാലും ഹൈന്ദവന്റേതായാലും ക്രൈസ്തവന്റേതായാലും മരിച്ചു വീഴുന്നത് മനുഷ്യരാണ്. ആ മനുഷ്യരെ കാണാൻ നമുക്ക് പറ്റണം, ആ മനുഷ്യരെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭങ്ങളിലും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ, അതേപോലെ തന്നെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ദുരന്തങ്ങളുടെ പിന്നാമ്പുറം എന്താണ്? ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിലെ അവസ്ഥ എന്താണ്? സന്തോഷത്തോടുകൂടെ വീട്ടിൽ നിന്നിറങ്ങിയവർ, ജോലിക്ക് ഇറങ്ങിയവർ, അവർ തിരിച്ചു വരുന്നില്ല. കുടുംബം അനാഥരായി, മക്കൾ അനാഥരായി, ഭാര്യമാർ വിധവകളായി, അല്ലെ, മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി. ഈ ദുരന്തം കൊണ്ട് സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെ ആ വേദനിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ,
അവരെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ, അവരെ ഏതൊക്കെ വിധത്തിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമോ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അവസാന വാചകമായി പറയാനുള്ളത്, നമുക്കും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കുക, മരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഒറ്റ വാചകം അതാണ്. ഏത് സമയം മരിച്ചാലും സമാധാനത്തോടുകൂടെ റാഹത്തോടുകൂടെ മരിക്കണം. അതുകൊണ്ട് തൗബ ചെയ്തു തീർക്കാനുള്ളതൊക്കെ ഏത് സമയത്തൊരു വിശ്വാസി എന്ത് ചെയ്യേണ്ടതോ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവന്റെ ആ സമയത്തവൻ ചെയ്താൽ മതി. അപ്പൊ അവന് പേടിക്കേണ്ടതില്ല. സുബഹി നിസ്കരിച്ച ഒരാൾ സുബഹിന്റെ തൊട്ടുടനെ മരിച്ചാൽ അവർക്ക് പ്രശ്നമില്ല, കാരണം സുബഹി നിസ്കരിച്ച ആളാണ്. ദുഹ്ർ നിസ്കരിച്ച, അസർ നമസ്കരിച്ച, ഖുർആൻ ഓതിയ, അവൻ ചെയ്യേണ്ട അല്ലാഹു അവനോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ എന്തിനാ പേടിക്കണത്? അയാൾക്ക് മരണം എന്താണ്? അയാൾക്ക് റാഹത്താണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സമീപ പ്രദേശമായ പരൂരിൽ ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ ബഹുമാന്യനായ ഡോക്ടർ കണ്ണിയൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രമുഖനായ പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ട്. സാധിക്കുന്ന എല്ലാ ആളുകളും ആ ക്ലാസ്സിൽ പങ്കെടുക്കുക. അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിക പ്രബോധകൻ കൂടെയാണ്. വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിന് സാധിക്കുന്ന ആളുകൾ കുടുംബസമേതം എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ഉദഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും പേര് കൊടുക്കാത്ത ആൾക്കാർ അതിന് ഉദഹിയത്തിന് നമ്മുടെ ഭാരവാഹികളുടെ അടുക്കൽ പേരുകൾ നൽകുക. അതിന്റെ ബാക്കിയുള്ള തർത്തീബുകൾ അവർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ